അയ്യോ അച്ഛൻ അല്ല മോൻ. അച്ഛൻ താമസിച്ചെന്ത്? ചന്ത ഭയങ്കര തിരക്കായിരുന്നു. പറഞ്ഞു വിട്ട സാധനം മേടിച്ചുകൊണ്ട് വന്നോ? ഇത് ഗേൾസിനുള്ളതല്ലേ, ബോയ്സിനുള്ളത് എന്തേ? 19 കൊല്ലമായിട്ട് ജീവിക്കുന്നില്ലേ? ഇതുവരെ മനസ്സിലായില്ലേ? അത് നിങ്ങളെ മോനായി ജനിച്ച എന്നെ പറഞ്ഞാ മതി. ഏത് സമയത്ത് ഈ കിൻഡർ ജോയിൽ ഇത്രയും വ്യത്യസ്തത ഉണ്ടെന്ന് ഞാൻ അറിഞ്ഞില്ല. കിൻഡർ ജോയിയാ? അച്ഛാ, ചേട്ടനോട് കളിച്ചു നടന്നവർക്കൊക്കെ 2 പിള്ളേരായി. നിങ്ങൾ അങ്ങനെ അടുത്ത് പണിക്കുവാൻ പറഞ്ഞേ. എടാ മോനെ, ഇത് പറയാൻ ഞാൻ അവന്റെ അടുത്തോട്ട് ചെല്ലുമ്പോ അവ അച്ഛനും ഞാൻ മോനുമായി പോകൂടാ. ഇയാളിത് എന്തോന്ന് അച്ഛൻ? എന്താടാ ഈ സാധനം അവിടെ ഇട്ട് ചെല്ലി പോ. വലിയ പരിപാടിയാണല്ലോ. ഇതാര് മോനെ? പടയാളിയാ. ഏത് രാജ്യത്ത്? വെറുതെ. നീ വെറുതെയാന്ന് എനിക്കറിയാം. ചേട്ടാ, സമയം കളയിൽ ലോകത്ത് എന്തോരം ജോലികളുണ്ട്. അതിലേതെങ്കിലും ഒന്ന് ചെയ്തുകൂടെ? നിനക്ക് തോന്നുന്നുണ്ടോ ഞാൻ ഇവിടെ വെറുതെ ഇരിക്കുകയെന്ന്? അല്ല ചേട്ടാ, എന്ത് ഇവിടെ ചെയ്യുന്നത്? എടാ, രാവിലെ 10 മണിക്ക് എണീച്ച് കുളിച്ച് റെഡിയായി ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കും. 1 മണിയാകുമ്പോൾ അമ്മ ചോറുണ്ടായി കഴിഞ്ഞാൽ 1 ചാമ്പ ഞാൻ ചോറ് കഴിക്കും. നിങ്ങൾ കഴിക്കൂ? ഇല്ല. ഇന്ന് എന്നെ കുളിച്ചോണ്ടിരിക്കുന്ന ടാങ്കിലെ വെള്ളം തീർന്നു. ആരാ മുട്ടിട്ടെ? ആരാ? ഞാൻ. അതുകൊണ്ട് നിങ്ങൾ 2 പേരും കുളിച്ചു. അത് പിന്നെ എനിക്ക് ജോലിക്ക് പോണ്ടേ? നീ ഈ ജോലിക്ക് വന്ന സമയത്ത് അച്ഛനെ അമ്മയെ നോക്കാൻ ആരുണ്ട്? ഒന്ന് ചിന്തിച്ചു നോക്കെ. ഈ വടി പോലെ നിൽക്കുന്ന മനുഷ്യൻ ഊന്നുവടിയായില്ലെന്ന് ആര് കണ്ടു? അതുകൊണ്ട് വീട്ടുകാർക്ക് വേണ്ടി ഒന്നും ചെയ്യുന്നില്ലെന്ന് മാത്രം നീ പറയരുത്. വീട്ടുകാർക്ക് വേണ്ടി ജീവിക്കുന്ന ഒരു സൂര്യനാരായണ വർമ്മയാണ് ഞാൻ. ഓനൊരച്ചപ്പൂടെടുത്ത് വിരലിട്ട് വായിലിട്ടിരി. അച്ഛാ, എന്റെ പടയാളി തന്നില്ലെങ്കിൽ ഞാൻ കൊല്ലാളിയാവും. കൊടറാവാളിയത്